നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈയിൽ നടന്ന തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനെ 7 റൺസിന് കീഴടക്കിയാണ് സൂര്യകുമാർ യാദവും സംഘവും ഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ത്യയുടെ ഭാഗ്യമൈതാനമായ മുംബൈയിൽ അവസാന ഓവർ വരെ വിറച്ചെങ്കിലും ഭാഗ്യം ഇന്ത്യക്കൊപ്പമായിരുന്നു. ജേക്കബ് ബത്തലിന്റെ സെഞ്ചുറി പ്രകടനം ഇന്ത്യയെ അവസാനം വരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ബൗളിംഗ് മികവ് കൊണ്ട് ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ രക്ഷക്കെത്തി. എന്തായാലും ഇംഗ്ലണ്ടിനെ കീഴടക്കിയ ഇന്ത്യക്കും കിരീടത്തിനുമിടയിൽ ഇനി ഫൈനൽ എന്ന കടമ്പ മാത്രമാണ് ഉള്ളത്. തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ T20 ലോകകപ്പ് ഫൈനലിൽ ഇറങ്ങുന്നത്. T20 ലോകകപ്പിൽ ഇതുവരെ ആതിഥേയർ കപ്പ് നേടിയിട്ടില്ല എന്ന ചരിത്രത്തെ കാറ്റിൽ പറത്താൻ ഇന്ത്യക്ക് ഇനി വേണ്ടത് ഒരു വിജയം മാത്രമാണ്. എന്നാൽ കപ്പ് നേടിയെടുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല. കാരണം ന്യൂസിലാൻഡാണ് ഇന്ത്യക്ക് എതിരാളികളായി എത്തുന്നത് എന്നതാണ്. ICC T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയെ 3 തവണ വീഴ്ത്തിയ ചരിത്രമുള്ള ന്യൂസിലാൻഡിനെ തോൽപ്പിക്കാൻ ഏറ്റവും മികച്ച പ്ലേയിങ് 11 ഇന്ത്യ കളത്തിലിറക്കണം. ഇന്ത്യ സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെയും സെമിയിൽ ഇംഗ്ലണ്ടിനെയും വീഴ്ത്തിയത് ഒരേ പ്ലേയിങ് 11 കളിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ കലാശ പോരാട്ടത്തിൽ ഈ പ്ലേയിങ് 11 മതിയോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ 2 മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യക്ക് വലിയ തലവേദനയാകുന്ന കാര്യങ്ങളിലൊന്ന് അഭിഷേക് ശർമ്മയുടെ മോശം ഫോമാണ്. ഇന്ത്യയുടെ T20 ലോകകപ്പിലെ വജ്രായുധമാകുമെന്ന് കരുതിയ അഭിഷേക് തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. 0, 0, 0, 15, 55, 10, 9 എന്നിങ്ങനെയാണ് അഭിഷേകിന്റെ T20 ലോകകപ്പിലെ സ്കോറുകൾ. സെമി ഫൈനലിലടക്കം ഉത്തരവാദിത്തം കാണിക്കാതെ അഭിഷേക് വിക്കറ്റ് വലിച്ചെറിഞ്ഞു. ഇത്തവണത്തെ T20 ലോകകപ്പിൽ ഓഫ് സ്പിന്നിനെതിരെ ഇത് 3ാം തവണയാണ് അഭിഷേക് പുറത്താകുന്നത്. താരത്തിന്റെ ദൗർബല്യം എതിരാളികൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അഭിഷേകിനെ ഫൈനലിലും പിന്തുണക്കണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലെ സാധ്യത പരിഗണിക്കുമ്പോൾ അഭിഷേകിനെ ഗൗതം ഗംഭീർ പിന്തുണക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അവസാന മത്സരത്തിൽ മാത്രമായി അഭിഷേകിനെ തഴഞ്ഞേക്കില്ല. സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് കാര്യമായി ക്ലിക്കാകുന്നില്ലെങ്കിലും ഇന്ത്യയുടെ ഭാഗ്യ കൂട്ടുകെട്ടാണിത്. ആരെങ്കിലും ഒരാൾ മാച്ച് വിന്നറായി മാറുന്നു എന്നതാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീർ അഭിഷേകിനെ കൈവിടില്ലെന്ന് തന്നെ വിലയിരുത്താം. മറ്റൊരു പ്രശ്നം വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിലാണ്. ഇന്ത്യയുടെ നിഗൂഢ സ്പിന്നറായ വരുൺ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ടെങ്കിലും റൺസ് വിട്ടുകൊടുക്കാൻ മടി കാണിക്കാത്തത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. 4 ഓവറിൽ 47-1, 4 ഓവറിൽ 35-1, 4 ഓവറിൽ 40-1, സെമിഫൈനലിൽ 4 ഓവറിൽ 64-1 എന്നിങ്ങനെയാണ് വരുണിന്റെ അവസാന മത്സരങ്ങളിലെ പ്രകടനങ്ങൾ. മധ്യ ഓവറുകളിൽ കൂട്ടുകെട്ട് പൊളിക്കുക, റണ്ണൊഴുക്ക് തടയുക എന്നീ നിർണായക റോളുകളാണ് വരുണിനുള്ളത്. എന്നാൽ വരുണിനെ ഫോമിലേക്ക് ഉയരാൻ സാധിക്കാത്തത് ഇന്ത്യൻ ടീമിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വരുണിന് പകരം ചൈനാമൻ സ്പിന്നറായ കുൽദീപ് യാദവിനെ കൊണ്ടുവരണോ എന്നതാണ് ഗംഭീറിന് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ടീമിലെ 6ാം ബൗളറുടെ പ്രകടനവും ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുള്ള ഒരു ഘടകമാണ്. നിലവിൽ ശിവം ദുബെയാണ് ഈ റോൾ വഹിക്കുന്നതെങ്കിലും താരത്തിന് ഫോമിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇംഗ്ലണ്ടിന് അവസാന ഓവറിൽ 30 റൺസ് വിജയിക്കാൻ ആവശ്യമുള്ള സമയത്ത് പന്തെറിയാൻ വന്ന് 22 റൺസാണ് ശിവം ദുബെ വഴങ്ങിയത്. ന്യൂസിലാൻഡിനെ പോലെ ബിഗ് ഹിറ്റേഴ്സ് ഉള്ള ടീമിനെതിരെ 6ാം ബൗളർക്ക് നിർണായകമായ റോളുണ്ട്. പ്രധാന ബൗളർമാരിൽ 1-2 പേർ റൺസ് വഴങ്ങിയാൽ 6ാം ബൗളർ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കണം. എന്നാൽ ശിവം ദുബെയെ പോലൊരു ബൗളറെ വെച്ച് അത് സാധ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാറ്റിംഗിൽ അഭിഷേക് അല്ലാത്ത ഒട്ടുമിക്ക താരങ്ങളും ഫോമിലാണ് എന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നു. ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യമാണ് മറ്റ് ടീമുകളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തരാക്കുന്നത്. ബുംറ ഫൈനലിലും കത്തിക്കയറേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കിവീസ് വെല്ലുവിളിയെ ഇന്ത്യ മറികടക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഫൈനലിലും ഇതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത. എന്നാൽ വരുണിന്റെ കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. വരുണിന് പകരം കുൽദീപ് കളിക്കുമോ അതോ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഇന്ത്യൻ ടീം നടത്തുമോ എന്ന കാര്യവും കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.